യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ നോക്കി നമ്മൾ ഞാൻ കളക്കില്ലേ അത് ഒരു പത്താസ് നടാൻ വേണ്ടിയിട്ടാണ്, നാടെ തന്നെ നടാൻ വേണ്ടിയിട്ടാണ്. ഒരു ട്രിപ്പും കൂടിയിട്ട് നടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇതും ഞാൻ അതേപോലെ ഒന്ന് നട്ടു കൊടുത്തിട്ടെ. അതുപോലെയല്ല ഇത് നടുന്നത്, ഇത് മണ്ണിൽ തന്നെയാണ് നടുന്നത്. ഇവിടെ കിഴങ്ങ് കണ്ട ഒഴിഞ്ഞു പോയിട്ട് കണ്ട കിഴങ്ങ്. കിഴങ്ങ് കളക്കാനുണ്ട്, ഒഴിഞ്ഞു പോയിന് കേട്ടാ. ഇവിടെ തന്നെ കളത്താകണ്ട, കിഴങ്ങ് ഒഴിഞ്ഞിട്ടുണ്ട. ഇതുപോലെ കളിച്ചിട്ട് ആണിയാക്കിയിട്ട് ഇതിനകത്ത് പിന്നെ വളമിട്ട് തോലും വളമിട്ടിട്ട് നട്ടു കൊടുക്കും. അതിന് ആ രീതിയല്ല, ഇത് വേറെ രീതിയാണ്. ഇതിനടുത്ത് നട്ടതുപോലെയല്ല, ഇന്ന് ഞാൻ വേറൊരു മാറ്റം രീതിയിലാണ് നടുന്നത്. സാധാരണ എല്ലാവരും ഇങ്ങനെ തറ മറച്ചിട്ട് അതിൻ്റെ മേലെ നട്ടു കൊടുക്കുകയില്ല. ഞാൻ അങ്ങനെയല്ല, കുഴി എടുത്തിട്ടാണ് നടുന്നത്. ഇനി അങ്ങോട്ടെല്ലാം പോയിട്ട് കിഴങ്ങ് ബാക്കിയിട്ടുണ്ടോ. അതിപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കട്ടെ. ഇല്ലേ, ഇതുപോലെ ഇത് കളച്ചിടാം. കിഴങ്ങ് വേണ്ട, കിഴങ്ങ് ഒഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടാ. പറഞ്ഞില്ലേ 5 കിലോയില് ഒരു കുറവുമില്ല. ഇന്നും കിഴങ്ങ് ഇടലോ ഉണ്ട്, അത് ഒഴിഞ്ഞു പോയിട്ട് കാണുന്നില്ല. ദൂരെ പോയത് കൊണ്ട് സ്ഥലമില്ലല്ലോ, ഒന്നുമില്ലാതെ സ്ഥലത്തായി പോയി നട്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത സ്ഥലം. എന്നാലും സാരമില്ല, കിട്ടീനല്ലോ. ഇതുപോലെ തട്ടി നിരത്തിയിട്ട് ഞാനിപ്പം ഒരു കുയ്യ എടുക്കാനാണ് പോകും. കുയ്യ എടുക്കട്ടെ. എന്താ തട്ടി നിരത്തിയിട്ട് നടുക്കേ കൂടി ചാല് കീറും പോലെ കീറുക. അതിപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പുല്ലും കാടുമെല്ലാം പറിച്ചിടാൻ വെച്ചിട്ടാണ്. എന്നാലും എന്തിനാ ചെല്ലത്, കിഴങ്ങ് നല്ലപോലെ ഇനിത്തേനും ഉണ്ടാവും. എന്താ ഇതുപോലെ ഇത് ഞാൻ ഏലാക്കിയിട്ടില്ല കാണിക്കേ, അല്ല ഞാൻ ഒരുപാടായിപ്പോവും. കണ്ട ഉരുളക്കിഴങ്ങിൻ്റെ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ വന്നു കൊടുക്കുന്നു. ഓരോ നട്ടെടുത്തുന്നതായതുകൊണ്ട് കിഴങ്ങുകൾ എന്തെല്ലോ കിഴങ്ങുകൾ ഇതെടുക്കാലോ. ഇത് പാണിയാക്കിയിട്ട് ഞാൻ തോലിട്ട് വെച്ചു. വേണ്ട ആണിയാക്കിയിട്ട് തോലിട്ട് വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വളങ്ങൾ ഇടാനാണ് പോകുന്നത്. ഇത് കുറച്ച് വളം വാരി ഇട്ടേ. ഇനിയാണ് കുറച്ച് വളം വാരിയേണ്ടത്.
ഇതേപോലെ വളം വാരിയിട്ടിട്ട് മൂടുക വേണ്ടത്. ഇത് ഇതേപോലെ വളം വാരി ഇടുക, എന്നിട്ട് മൂടുക. കണ്ടില്ലേ? ഇതേപോലെ ഇതിൻ്റെ മേലെ കുറേശ്ശെ വളവും വാരിയിട്ട് മൂടിയാൽ നല്ല ആ തോലും അങ്ങാമീൻ പിന്നെ നല്ല വളവുമായി. അതിനാണ് ഞാനിപ്പോൾ ഇത് നടുന്നത്. കണ്ടില്ലേ? ഇതേപോലെ വിട്ടിട്ട് നമ്മളൊന്ന് അതിന് ചെയ്യേണ്ടത് വെച്ചാൽ പിന്നെ ഇത് ഇവിടെ മൂടിക്കൊടുക്കുക. ഉണ്ടല്ലേ? ഇതേപോലെ ഉണ്ടല്ലോ. വെള്ളപ്പറ്റുണ്ട്. ഇത് നല്ല നനവുണ്ട് വളത്തിന്, എന്നാലും സാരമില്ല, നല്ല വെള്ളമുണ്ട്. എന്താ ഇതിങ്ങനെ കുറേശ്ശെ ഇട്ടിട്ടും കൊടുത്താൽ ഈ വളവും കൂടി ഇട്ട് കഴിഞ്ഞാൽ പുഷാരായിട്ട് അവർ വളർന്നോളും. നമ്മളൊന്നും ചെയ്യണ്ട. ഇനി വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. കുറച്ച് വളവും കൊടുത്ത് മണ്ണും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഗ്രനായിട്ട് വരും. ഇനിയിപ്പോൾ ഞാനിത് ഇടാനാ പോകുന്നു. ഇനിയിപ്പോൾ ഞാനിത് മൂടട്ടെ. കിഴങ്ങ് കിട്ടി. കിഴങ്ങ് കിട്ടിയിട്ടാ. കൊത്തിപ്പോയിട്ടാണ് 2-3 കിഴങ്ങ് കിട്ടി. ഇനിയിപ്പോൾ അങ്ങനെ കുറേ ഉണ്ടാവുമായിരിക്കും കിട്ടാൻ. ഇതും കൂടി നിങ്ങൾ കാണിച്ചേക്കാന്ന് വെച്ചിട്ടാണ്. ഇനി ഞാനിത് മൂടട്ടെ. കുറച്ച് മൂടിയിട്ടാണ് നടുന്നത്. അതും കൂടി നിങ്ങൾ കാണിച്ചു തരാൻ നേരം നിങ്ങൾ വിചാരിക്കില്ലേ ഇതെന്താ ഇങ്ങനെയാണ്. അതിനാണ് കുറേശ്ശെ മണ്ണിട്ടിട്ട് മൂടുക. ഇതേപോലെ കുറേശ്ശെ മൂടുക, എന്നിട്ട് ആടം നടുക. ഇപ്പം വെള്ളം നനക്കുമ്പോൾ കള പൊന്തു വയ്യ. പച്ചക്കാടായതുകൊണ്ട് ഉണങ്ങിയതാങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഉണങ്ങിയതൊന്നും ഇട്ട് കൊണ്ടുവരാൻ കഴിയില്ല. ഇതേപോലെ മൂടി കൊടുക്കുക. മൂടിയിട്ടാകുമ്പോൾ നടേണ്ടത്. ആ തോലും വളം ആട മൂടിക്കിടക്കട്ടെ. അതിന് ശേഷം നടാം. നമുക്കിതിവിടെ വിട്ടിട്ട് ഇനി ആ ചക്കരക്കിഴങ്ങിൻ്റെ വള്ളി വരെ ഉണ്ട്. ഇതാ ബാക്കിയിട്ടതിൻ്റെ ആ വള്ളി പോലും ഉണ്ട്. ഇതുപോലെ മൂടി കൊടുക്കാം നമുക്ക്. ഇത് ചക്കരക്കിഴങ്ങിൻ്റെ വള്ളിയാ. ഇതുപോലെ നട്ടു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് നട്ടു കൊടുക്കാം. കുറച്ചും കൂടി മണ്ണ് നേരെയാക്കട്ടെ. ഇതുപോലെ ഒന്ന് മൂടി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കിഴങ്ങ് ചാറായിട്ട് വരും. നമുക്ക് പേടിക്കണ്ട, നട്ടാൽ കിട്ടൂലേന്ന് വിചാരിക്കണ്ട, അസലായിട്ട് കിട്ടും. ഉണ്ടല്ലോ. ഇനിയാ ഇപ്പം നമ്മളിവിടെ നട്ടു കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? കണ്ടില്ലേ? ഇനി നട്ടെ. ഇനി ഇത് നട്ട് കാണിച്ചു തരാം. ഇതുപോലെ എടുത്തിട്ട് ഇനി വേഗം നട്ടോളൂ. ഇതുപോലെ ഒരു തല ഈ ഭാഗത്ത് വെച്ചു. ഇപ്പം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വെച്ച് പകുതിയോളം മുക്കിയിട്ട് ആ വേര് ഇങ്ങനെ കിടത്തി വെക്കണം. എന്നാലെന്താണെന്നറിയോ? എന്നാൽ കിഴങ്ങ് അതിനുള്ളിലെല്ലാം വേര് തേച്ചും പിടിക്കും. ഇതേപോലെ ഇങ്ങനെ കിടത്തി വെച്ചു. ഇനിയിപ്പോൾ ഇത്രയും വരെ നട്ടതല്ലേ, ഇനിയിപ്പുറത്തേക്കൂടി ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ നട്ടു കൊടുക്കുക അത്ര വരെ. അപ്പോൾ ഈ വേര് തേച്ചും ഈ വേര് ഊന്നുന്ന വേര് തേച്ചിനും കിഴങ്ങ് വരും. ഇങ്ങനെ വീട്ടിക്കഴിഞ്ഞാൽ കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചക്കര കിഴങ്ങ് നടുക. കണ്ടില്ലേ? ഇങ്ങനെയൊന്നും ആരും നടുവൊന്നുമില്ല. അങ്ങനെ അവിടെ കുത്തി കൊടുക്കേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെ നടണം. എന്നാൽ മാത്രമേ
കിഴങ്ങ് കിട്ടൂലോ. കണ്ടോ ഇതേപോലെ അതിൻ്റെ മേലെ അവിടെ ഇട്ട് കൊടുക്കണം. ഇതൊക്കെ കിടത്തിയിട്ടാകുമ്പോൾ അതിൻ്റെ ആ വേര് തേച്ചും കിഴങ്ങാടെ വന്ന് നിൽക്കും നമുക്ക്. അപ്പോൾ ഇഷ്ടം പോലെ കിഴങ്ങുണ്ടാവും. അത് ഞാനിത് കളച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതും കളച്ചിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരും. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശരിയാന്ന്. അതുവരെ നിങ്ങൾ വിചാരിക്കും ഇത് വെറും ഇവള് ബോട്ട് പറയുന്നതാണ്. ഒന്നുമല്ല, ഞാൻ ഇതെല്ലാം പഠിച്ചു വെച്ചിട്ട് വരുന്നതാണ്. എത്രയാ ഉരുളക്കിഴങ്ങ് ഇവിടുന്ന ഇങ്ങനെ വന്നിനമ്മോ. കേട്ടോ ഇതുപോലെ ഞാൻ 2 വരിയായിട്ടാണ് നട്ടിട്ടുള്ളത്. അത് നിങ്ങൾ കണ്ടുനോക്ക്. ഇതാണ് 2 വരിയാണ് ഞാൻ ഇന്ന് നട്ടിട്ടുള്ളത്. ഇത് നല്ലപോലെ ഇതും കിഴങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നടുന്നു. ഇതേപോലെ നട്ടാലേ നമുക്കൊരു 2 ദിവസം ഒരാഴ്ച കഴിക്കേണ്ട കിഴങ്ങ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തിരി ഞാൻ നടുന്നത്. നല്ലപോലെ മുറിഞ്ഞ് കൊണ്ട് കിഴങ്ങിന് ഒരു പഞ്ഞം ഉണ്ടാവില്ല. ഉണ്ടോ ഇതേപോലെ. എന്താ ഇതേപോലെ കെട്ടി വെച്ചിട്ട് വേണം നട്ടു കൊടുക്കാൻ. ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എൻ്റെ ഇന്നത്തെ ചക്കരക്കിഴങ്ങ് നടൽ രീതി. ഇതുപോലെ നിങ്ങളും നട്ടു കൊടുക്കുക. എന്നിട്ട് നല്ല കിഴങ്ങ് ഉണ്ടാക്കുക. ഒന്നും വേണ്ട, നമ്മളെ വീട്ടിൽ തന്നെ കുറേശ്ശെ നട്ടാൽ തന്നെ നമുക്ക് നമ്മളെ ബേറിക്ക് ഇത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ ഇഷ്ടം പോലെ ആക്കി കഴിക്കാൻ കഴിയും. വേറെ ഇഴത്ത് പോണ്ട, കിളക്ക കഴിക്കാം. അത്ര മാത്രമേ വേണ്ടൂ. ഇതും കൂടി ഇട നടാനുണ്ട്. നട്ടിട്ട ഉണ്ടല്ലോ. നിങ്ങളിപ്പോൾ ഇവിടെ നട്ടിട്ടുണ്ടല്ലോ. ഇന്ന് പൂത്തിനേ ഉള്ളൂ. നാളെ വേറെ വിജയത്ത് വീടും നമസ്കാരം. നിങ്ങൾ കണ്ടല്ലോ. ഇത് കണ്ടില്ലേ? ഇതാ കണ്ടോ നട്ടിട്ടുണ്ടോ? ഇത് എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. കണ്ടില്ലേ നട്ടിട്ടുണ്ടല്ലേ? ഇതേപോലെ നിങ്ങൾ നട്ടു കൊടുക്കുക. ഇങ്ങനെ നട്ടു കൊടുത്താൽ നിങ്ങൾ കിഴങ്ങ് ഇരട്ടി എല്ലാം ഒരു ഇതിനകത്ത് എത്ര വേണിച്ച് നമുക്ക് പറിച്ച് മതിയേന്ന് തോന്നിപ്പോൾ അങ്ങനെ കിഴങ്ങുണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നാളെയും നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസിൽ ഇട്ട് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് പറയാൻ